ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി സിൻഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നമ്മുടെ അലീന നമ്മുടെ രേവതിക്കുട്ടിയെ വിളിക്കുന്ന ഒരു സീനാണ് അല്ലേ. നമ്മുടെ രേവതിക്കുട്ടിയെ വിളിച്ചില്ലല്ലോ, ഇവിടെ കുളത്തൂർ പുഴയ്ക്ക് എത്തിയ ശേഷം അലീന വിളിക്കുന്നത് ഈ സമയത്താണ്. അങ്ങനെ രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് താനിപ്പോൾ കുളത്തൂർ പുഴയ്ക്കാണെന്നും തൻ്റെ സ്വന്തം പപ്പയുടെ അടുത്താണെന്നും പറയുന്നു, സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത്. അപ്പം അലീന പറഞ്ഞത് കേട്ടിട്ട് രേവതിക്കുട്ടി ഒന്നും മിണ്ടല്ല കേട്ടോ. രേവതിക്കുട്ടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം അപ്പം രേവതിക്കുട്ടി ചോദിച്ചു, ഹലോ അല്ല എന്താ അലീന ചേച്ചി ഈ പറയണത്? അപ്പം അലീന പറഞ്ഞു, ഞാനേ എൻ്റെ സ്വന്തം പപ്പയുടെ അടുത്താണ് ഞാൻ നിൽക്കണേന്ന്. രേവതിക്കുട്ടി ഒന്നും മിണ്ടല്ല. അപ്പം അലീന ഹലോ എടി മോളെ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്താ അലീന ചേച്ചി സ്വന്തം പപ്പയുടെ അടുത്തോ? ആടി മോളെ, ഞാൻ എൻ്റെ പപ്പയുടെ അടുത്താണ്. അത് കേട്ടിട്ട് രേവതിക്കുട്ടിക്ക് വല്ലാത്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ ആയിരുന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ അലീന ചേച്ചിയുടെ പപ്പയെ കിട്ടുമെന്നുള്ള കാര്യം. അമ്മ അത് പിന്നെ അങ്ങനെ ഒരു ഗതിയായി. അപ്പം പപ്പയെങ്കിലും കിട്ടി. പപ്പ ഇപ്പോൾ സ്വന്തം വീട്ടിൽ അലീന ചേച്ചിയെ കൊണ്ടുപോയി അവിടെ നിർത്തി നോക്കുകയാണെന്ന് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടി നൂറ് ചോദ്യങ്ങളാണ്. പപ്പ ആദ്യമായിട്ട് കണ്ടപ്പോൾ അലീന ചേച്ചിയെ കെട്ടിപ്പിടിച്ചോ, ഉമ്മ തന്നോ, പിന്നെ എങ്ങനത്തെ വീടാ, അവിടെ ആൾക്കാരൊക്കെ ഉണ്ടോ, മറ്റാരൊക്കെയേ ഉള്ളൂ, അങ്ങനെ നൂറ് ചോദ്യങ്ങളാണ് രേവതിക്കുട്ടി അലീനയോട് ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു മോളെ, ഞാനേ ഇവിടെ വന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമേ ആയുള്ളൂ. ഇവിടെ മറ്റാരും ഇല്ല, പപ്പയും ഒരു 3-4 പണിക്കാരും മാത്രമേ ഉണ്ട്. പിന്നെ ഒരു സമാധാനം എന്ന് പറയാനാണെങ്കിൽ പപ്പയുടെ ഒരു 3-4 ഡോഗുണ്ട്. അവരെ കാണുമ്പോൾ ഒരു സമാധാനമാണ്. കാരണം എന്നെ വല്ലാത്ത ഇഷ്ടമാണ്. അതുങ്ങളെ കൊഞ്ചിച്ചും ലാളിച്ചൊക്കെ ഇരിക്കുമ്പോൾ സമയം പോണത് അറിയില്ല. പിന്നെ അവിടുത്തെ മാമച്ചനങ്കിൾ ഒരു പട്ടാളക്കാരനാണ്. പക്ഷെ മാമച്ചനങ്കിളിന് ഇത്രയും റൂൾസും റെഗുലേഷനൊന്നുമില്ല. ഇവിടെ തനി പട്ടാളമാണ്. എല്ലാത്തിനും പട്ടാളച്ചിട്ട. ആഹാരം കഴിക്കാനൊരു പട്ടാളച്ചിട്ട, സംസാരിക്കണമെങ്കിൽ ഒരു പട്ടാളച്ചിട്ട, ഉറങ്ങണമെങ്കിൽ പോലും ഓരോ ടൈമിംഗ് ആണ് ഇവിടെ. അത്ര സ്ട്രിക്റ്റാണ്. എന്നാലും അലീന ചേച്ചി കുഴപ്പമില്ല, സ്വന്തം പപ്പയുടെ അടുത്ത് എൻ്റെ അലീന ചേച്ചി എത്തിയല്ലോ. അങ്ങനെ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അലീനയ്ക്കൊരു വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. കാര്യം രേവതിക്കുട്ടീനെ വിളിക്കുമ്പോൾ മാമച്ചൻ അങ്കിളിൻ്റെ അടുത്തും ഗ്രേസം ആൻറ്റിയുടെ അടുത്തും പറയാണ്ട് അവിടെ ചെന്ന് അവരെ കണ്ട് യാത്ര പറയേണ്ട ഒരു കാര്യവും കടമയും അലീനയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം തന്നെ പോലീസ് സ്റ്റേഷനിലായിരുന്ന സമയത്ത് മാമച്ചൻ അങ്കിൾ ഉൾപ്പെടെ നേരിട്ട് വന്നിട്ടാണ് അന്ന് തനിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും അവർ ചെയ്തത്. അപ്പം ആ ഒരു നന്ദി ഞാൻ കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു സമയവും ഇതൊന്നും കിട്ടിയില്ല അലീനയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നീ മാമച്ചൻ അങ്കിളിൻ്റെ കൊടുക്കെന്ന് പറയണം. അങ്ങനെ രേവതിക്കുട്ടി പെട്ടെന്ന് എന്നെ ഫോൺ കൊടുത്തിട്ട് മാമച്ചൻ അങ്കിളിൻ്റെ കൊടുത്തിട്ട് ഗ്രേസമ്മയുടെ അടുത്ത് ഓടിപ്പോവാണ് പറയാനായിട്ട്. എൻ്റെ അലീന ചേച്ചി പപ്പയുടെ അടുത്താന്ന് പറയാനായിട്ട് ഓടിപ്പോവാണ്. അങ്ങനെ മാമച്ചൻ അങ്കിളിനെ വിളിച്ചിട്ട് ഫസ്റ്റ് എന്നെ സോറി പറയണം. കാര്യം എനിക്ക് നേരിട്ട് വന്ന് പറയാൻ പറ്റിയില്ല. എന്നിട്ട് മാമച്ചൻ്റെ അടുത്ത് പറയണ, അങ്കിളെ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം പപ്പയുടെ അടുത്താണ്. എന്നെ അച്ഛൻ കൊണ്ടുവന്ന് ആക്കിയത് ഈ കുളത്തൂർ പുഴയ്ക്ക് ഇത്രയും ദൂരെ കൊണ്ടുവന്നെങ്കിലും അതെൻ്റെ പപ്പയുടെ അടുത്ത് ആക്കാനായിട്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന പറയാൻ കേട്ടോ. അപ്പം മാമച്ചൻ അവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ പറയണം. അപ്പോൾ കേണൽ സ്റ്റാൻലി ജോസഫ് എന്നാണ് പപ്പയുടെ പേരും. ആ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ പറയണം. കാരണം മാമച്ചനും ഒരു പട്ടാളക്കാരനായിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കേണ്ടിരിക്കുന്ന സമയത്ത് രേവതിക്കുട്ടി നേരെ ഗ്രേസമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ എൻ്റെ അലീന ചേച്ചി പപ്പയുടെ അടുത്താന്ന് പറഞ്ഞു. അപ്പം ഗ്രേസമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആണോടി, അവളെന്തിയെ, എന്നിട്ട് ആരാ വിളിച്ചേ? അപ്പം പറഞ്ഞു, ഇതേ എന്നെ ഫോൺ ചെയ്തു, അങ്കിള് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആണോ, ഞാനൊന്ന് അവളെ വായിന്ന് തന്നെ അത് കേൾക്കട്ടെ. അങ്ങനെ ഗ്രേസമ്മ വന്നിട്ട് മാമച്ചൻ്റെ ആ ഫോൺ ഇങ്ങോട്ട് താട്ടേന്നും പറഞ്ഞ് തട്ടിപ്പറിച്ച് മേടിക്കുകയാണ്. എൻ്റെ ഗ്രേസമ്മ ചോദിച്ചു, എടി മോളെ, നീ നിൻ്റെ പപ്പയുടെ അടുത്ത് എത്തിയോ? അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയണം. അതായത് കുളത്തൂർ പുഴ നെടുമ്പുരയ്ക്കലിൽ നിന്നും കുളത്തൂർ പുഴയ്ക്ക് വന്നത്, അവിടെ നിന്ന് ഇവിടം വരെ എത്തിയത് വരെയുള്ള കാര്യങ്ങൾ പറയണം. അച്ഛൻ ഇവിടെ എത്തുന്ന വരെ എന്നോട് പറഞ്ഞില്ല ഞാൻ എൻ്റെ സ്വന്തം പപ്പയുടെ അടുത്താണ് പോകുന്നു എന്നുള്ള കാര്യം. വീടെത്താറായ സമയത്താണ് അച്ഛൻ പറയണത്, ഇങ്ങനെ നിൻ്റെ അച്ഛൻ്റെ അടുത്താണ് ഞാൻ മോളെ
മോളെ കൊണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഒരു ഏകാന്തതയ്ക്കാണ്. കാരണം മറ്റാരുമില്ല, പപ്പായും പിന്നെ 3-4 പണിക്കാരും മാത്രമേ ഉള്ളൂ. പണികളൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുക, കുളിച്ച് ഫ്രഷ് ആവുക, പിന്നെ ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക, TV കാണാം, പിന്നെ റൂമും കാര്യങ്ങളൊക്കെ അലീന അങ്ങ് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ രേവതിക്കുട്ടിക്കും മാമച്ചനും ഗ്രേസമ്മയ്ക്ക് അതിനേക്കാളേറെ സന്തോഷമാണ്. അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു, എൻ്റെ മോൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. കാരണം നിൻ്റെ മനസ്സ് അത്ര ശുദ്ധമാണ് മോളെ. അതുകൊണ്ട് നിനക്ക് എന്നും നല്ലത് മാത്രമേ വരുള്ളൂ. കാരണം ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട് മോൾക്ക് നല്ലത് വരുത്തണേന്ന്. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്നൊക്കെ നമ്മുടെ ഗ്രേസമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീനയ്ക്കും ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരുമായിട്ട് പങ്കിട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമാധാനം അലീനയ്ക്കും കിട്ടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാരയ്ക്ക കൃഷ്ണമോളും ബബിതയും രാവിലെ എഴുന്നേറ്റ് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും ഒക്കെ തയ്യാറാക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ അലീന ചിട്ടയോടുകൂടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് നല്ലൊരു ചായയൊക്കെ ഇട്ട് നമ്മുടെ ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം അച്ഛനെ വിളിച്ചുണർത്തി അച്ഛനെ എഴുന്നേൽപ്പിച്ച് അച്ഛൻ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ആ കൃഷ്ണമോള് ചായ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ദേ നല്ല അടിപൊളി ചായ ഇട്ടിട്ടുണ്ട്, വായിൽ വയ്ക്കാൻ കൊള്ളാവോടി, ദേ വലിയ കളിയാക്കാനൊന്നും നിൽക്കണ്ട. ഓ ഞങ്ങളൊന്നും ഇട്ടാൽ പറ്റില്ലല്ലോ, മൂത്ത മോള് തന്നെ ഇട്ട് തരണം. അതെ ഇനി ഇതൊക്കെ കിട്ടുള്ളൂ, മോളെ കൊണ്ടുവന്ന് കുളത്തുപുഴയ്ക്ക് ആക്കിയില്ലേ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇത് വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛാ അലീന ചേച്ചി അച്ഛൻ കൊണ്ട് ആക്കി കഴിഞ്ഞപ്പോൾ അലീന ചേച്ചിക്ക് വിഷമം ഉണ്ടായിരുന്നു അച്ഛാ, ഞങ്ങളെയൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അച്ഛാ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛാ നമ്മൾ അലീന ചേച്ചിയുടെ അടുത്ത് ഇനി എന്നാ പോണേ, നമ്മളെ കൊണ്ടുപോകുമോ അച്ഛാ, അങ്ങോട്ട് കൊണ്ടുപോകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, നോക്കട്ടെ വരട്ടെ, അല്ലെങ്കിൽ അലീന ചേച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ, എവിടെ നിൻ്റെ അമ്മയുടെ അടുത്ത് വൈജയന്തിയുടെ അടുത്തോ, നന്നായിരിക്കും, അല്ലെങ്കിൽ തന്നെ അവൾ വരാൻ കൂട്ടാക്കുമോ, പിന്നെ നമുക്ക് അങ്ങോട്ട് പോന്നേ, അതൊക്കെ സമയമാകുമ്പോൾ അച്ഛൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയണേ. അത് കഴിഞ്ഞിട്ട് കൃഷ്ണമോൾക്ക് ഒരു വല്ലാത്തൊരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. കാരണം അലീന പോയതിൻ്റെ ഒരു ഹാങ് അവർക്ക് ആർക്കും മാറിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നാളും ഈ വീട്ടിൽ ഓരോ അടുക്കും ചിട്ടയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അതിനൊരു മാറ്റങ്ങളൊക്കെ വന്നു, ആരും ഇല്ലാത്ത പോലെയുള്ള ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ വൈജയന്തി രാവിലെ എഴുന്നേറ്റ് ഈ ബബിതയും കൃഷ്ണമോളും ഒക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യണ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എല്ലാം ആകെ മാറി. നെടുമ്പുരയ്ക്കൽ വീട്ടിലെ റൂൾസ് എല്ലാം മാറി. പണ്ട് ഏതെങ്കിലും സർവൻ്റ് ഉണ്ടാകും, അവർ കാര്യങ്ങളൊക്കെ നോക്കും, കുട്ടികളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ രീതിയൊന്നുമല്ല, മൊത്തത്തിലൊരു മാറ്റം. ബബിതയാണെങ്കിലും കൃഷ്ണമോളാണെങ്കിലും നമ്മുടെ രോഹിത് ആണെങ്കിലും, കാരണം രോഹിത് വരെ കിച്ചണിൽ കയറി ഓരോ കാര്യങ്ങൾ അവർക്കൊപ്പം നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷ്ണമോൾ ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോവുകയാണെങ്കിൽ രോഹിത് വാരി കൊടുക്കുന്നുണ്ട്. കാരണം അവർ തമ്മിൽ ഒരു സ്നേഹബന്ധം, കൂടപ്പിറപ്പുകൾ തമ്മിലുള്ളൊരു സ്നേഹബന്ധം, ആ ഒരു ഒത്തൊരുമ, ഇതെല്ലാം അലീന പഠിപ്പിച്ചു കൊടുത്തിട്ട് തന്നെയാണ് അലീന ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. തൻ്റെ അനിയനും അനിയത്തിമാരും ഒരു 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 അതായത് ഒറ്റ മനസ്സായിട്ട് സ്നേഹത്തോടു കൂടി തന്നെ അവർ കഴിയണം. അതാണ് അലീനയുടെ ആഗ്രഹം. അങ്ങനെ ആ ഒരു ഒത്തൊരുമയൊക്കെ കണ്ടിട്ട് വൈജയന്തി ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം വൈജയന്തിക്ക് അതിൽ കുറ്റമല്ല, പക്ഷെ എന്നാലും കുട്ടികൾ ഇത്രയും മാറിപ്പോയല്ലോ എന്നുള്ള ഒരു ഇതാണ്. ഇതൊക്കെ അവളുടെ ഒരു മിടുക്ക്, അത് ആ ഒരു സർട്ടിഫിക്കറ്റ് വൈജയന്തിക്ക് അലീനയ്ക്ക് കൊടുക്കാനായിട്ട് വൈജയന്തി ഒരുക്കവുമല്ല കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം എൻ്റെ ഇടയിൽ കൃഷ്ണമോള് നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇനി ഓരോ കാര്യങ്ങളും അമ്മയോട് സംസാരിക്കുക, അമ്മ എന്തെങ്കിലും തട്ടിക്കയറി വന്നിരുന്നാൽ തന്നെയും അച്ഛൻ അമ്മയുടെ അടുത്ത് ഓവറായിട്ട് പറയാൻ നിൽക്കേണ്ട, അച്ഛനെ ഒന്ന് ക്ഷമിച്ച് വിടണം. എത്രത്തോളം ക്ഷമിക്കണം മോളെ, ബാലചന്ദ്രൻ തിരിച്ച് കൃഷ്ണമോളടുത്ത് ചോദിക്കുന്നത്. അതുകൊണ്ടല്ല നമ്മുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും അച്ഛൻ നോക്കി കണ്ടും ചെയ്താൽ മതി. അമ്മയെ നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം, അച്ഛനും അതനുസരിച്ച് കുറച്ചൊന്ന് ക്ഷമിച്ചൊക്കെ ഒന്ന് പോകാനായിട്ട് നോക്കണം കേട്ടോ എന്നൊക്കെ നമ്മുടെ കൃഷ്ണമോൾ ആ കുഞ്ഞു വായിൽ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻലി ജോസഫ് കുളത്തൂപ്പുഴയ്ക്ക് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ ലാൻഡ് ചെയ്യണ്. അത് ചുമ്മാ ലാൻഡ് ചെയ്തൊന്നും അല്ല, നമ്മുടെ ആൻ്റപ്പനും പൗലോസും കൂടെ പ്ലാൻ ചെയ്ത് ബൈജുവിനെ കൊണ്ട് നമ്മുടെ ഔതക്കുട്ടിച്ചായനെ വിളിപ്പിച്ചതാണ്. കാര്യം വേറൊന്നുമല്ല,
ഇവിടെ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ടെന്നും കുറച്ച് മുറ്റാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഔതക്കുട്ടിച്ചായനെ വിളിച്ച് പറഞ്ഞേക്കുക. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ സ്റ്റാൻലിയോട് പോലും പറയാണ്ടാണ് രാവിലെ എന്നെ ലാൻഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ വലിയ മുതലാളി വന്നു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ബൈജു ഓടി ചെല്ലിയാണ്. എന്താടാ വിശേഷം എന്നൊക്കെ നമ്മുടെ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല മുതലാളി, നന്നായിട്ട് പോണു. അവളിവിടെ ഉണ്ടോ? അപ്പം ബൈജു പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഔതക്കുട്ടിച്ചായൻ നേരെ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ബൈജുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ഇന്ന് രണ്ടിലൊന്ന് നടക്കും, അത് ഉറപ്പാണ്. കാരണം ഇന്ന് എന്തായാലും അവളെ പറഞ്ഞു വിടും. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ നേരെ ചെന്ന് ആൻ്റപ്പൻ്റെ അടുത്തും പൗലൂസിൻ്റെ അടുത്തൊക്കെ പറയണേ, നമ്മുടെ ഔതക്കുട്ടിച്ചായൻ വന്നിട്ടുണ്ട്, ഇന്ന് എന്തായാലും രണ്ടിലൊന്ന് തീരുമാനിക്കുക. അപ്പോഴേക്കും നമ്മുടെ പൗലോസ് പറഞ്ഞു, അത് വേണം, അവക്കേ ഇച്ചിരി അഹങ്കാരമൊന്നുമല്ല, കുറച്ച് അഹങ്കാരം കൂടുതലാണ് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ 3 പേരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്, ഇപ്പം തന്നെ അലീനെ പിടിച്ച് പുറത്താക്കും എന്ന രീതിയിൽ. അപ്പോഴേക്കും നമ്മുടെ ആൻ്റപ്പൻ അലീനെ നോക്കുകയാണ്. അപ്പോൾ അലീന ആ സമയത്ത് അവിടെ കുറച്ച് പ്രാവും ലവ് ബേർഡ്സൊക്കെ ഉണ്ട് കേട്ടോ ആ വീട്ടിൽ, സ്റ്റാൻലിയുടെ അവിടെ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നോക്കി അതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അലീന കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടക്കുകയും ആ ഗാർഡനിലൊക്കെ ഇങ്ങനെ നടന്നു എടുത്തൊക്കെ കുറച്ച് സമയം പോകും. കാരണം ടൈം പോകണ്ടേ. നെടുമ്പുരയ്ക്കൽ വീട്ടിലാണെങ്കിൽ ഒടിയും കണക്കുള്ള പണിയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല, സമയമേ പോണില്ല. TV കണ്ടാലും മൊബൈൽ നോക്കിയാലും ഒന്നും സമയം പോകണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താണ് അലീന സമയങ്ങൾ കളയണം. അങ്ങനെ നമ്മുടെ ആൻ്റപ്പൻ ചെന്നിട്ട് പറയുന്നുണ്ട്, മോളെ നമ്മുടെ കേണൽ സാബിൻ്റെ പപ്പ വന്നിട്ടുണ്ട്, ഔതക്കുട്ടിച്ചായൻ. മോളെ കാണാനായിട്ടായിരിക്കും വന്നത്, മോള് ഇവിടെ ഉള്ളത് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വന്നത്. അപ്പോൾ അലീന ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, ആണോ, അപ്പോൾ ഇന്നിപ്പം എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് വന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അലീന ഒന്ന് ചിരിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ നേരെ സ്റ്റാൻലിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. എന്താടെ രാവിലെ എന്നാ നീ തുടങ്ങിയോ ഡ്രിങ്ക്സ് അടിയൊക്കെ? അപ്പച്ചൻ വന്നോ എന്ന് പറഞ്ഞു. അപ്പച്ചൻ വാ ഇരിക്കുക, ഞാൻ ഇരുന്നോളാം, നീ എന്നെ അധികം ഇരുത്താനൊന്നും നിൽക്കണ്ട എന്ന് ഔതക്കുട്ടിച്ചായൻ പറയണം കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ചോദിച്ചാൽ, അപ്പച്ചൻ ഒരു പെഗ് ഒഴിക്കട്ടെ? വേണ്ട, രാവിലെ എന്നെ ഒഴിക്കണ്ട. എടാ ആ പെൺകൊച്ചെന്തേടാ, നീ എന്താലോചിച്ചിട്ടാടാ സ്റ്റാൻലി ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വല്ല 1-2 ലക്ഷം എന്തെങ്കിലും കൊടുത്ത് അങ്ങ് ഒഴിവാക്കി വിട്ടാൽ പോരായിരുന്നോ? നീ അതിലേക്ക് വേണ്ടിയിട്ടല്ലേ പാലായിൽ പോയത്? പിന്നെ നീ പാലായിൽ പോയിട്ട് ഈ പെണ്ണിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്താ? എടാ നാട്ടുകാരെ നോക്കണ്ടേ, ബന്ധുക്കളെ നോക്കണ്ടേ? നിൻ്റെ കെട്ടിയോളും പിള്ളേരും അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് നിനക്കറിയാലോ. ഇതൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണോടാ നീ ഈ തീരുമാനം എടുത്തത് എന്നും പറഞ്ഞ് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ അങ്ങോട്ട് ഭയങ്കര നമ്മുടെ സ്റ്റാൻലിയെ ഹരാസ് ചെയ്യണം. പക്ഷേ സ്റ്റാൻലി ഈ ചോദ്യം ചെയ്യണ ഔതക്കുട്ടിച്ചായന് മാത്രം സ്റ്റാൻലി ആ ഒരു ഫ്രീഡം കൊടുത്തിട്ടുള്ളൂ. മറ്റാരും തന്നെ ചോദ്യം ചെയ്യേണ്ടത് സ്റ്റാൻലി അംഗീകരിച്ചു കൊടുക്കില്ല, ഇഷ്ടവുമല്ല. അത് സ്റ്റാൻലിയുടെ ഒരു റൂൾസാണ്. അപ്പം ഔതക്കുട്ടിച്ചായൻ്റെ ഇതിന് പെട്ടെന്നൊന്നും മറുപടി കൊടുത്തില്ല, നല്ലൊരു പെഗ് ഒഴിച്ച് അങ്ങ് കൊടുക്കുകയാണ്. അപ്പം തന്നെ ഒറ്റ വലിക്ക് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ അതങ്ങ് അകത്താക്കി. കാര്യം ഒരു ഉഷാറൊക്കെ വേണമല്ലോ അവളെ പിടിച്ച് പുറത്താക്കണമെങ്കിൽ അലീനെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അവളവിടെ ഉണ്ട്, ഞാൻ വിളിപ്പിക്കാം അപ്പച്ചാന്ന് പറഞ്ഞു. എന്നിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചാ എനിക്കങ്ങനെ ഒഴിവാക്കി വിടാനായിട്ട് പറ്റില്ല. 10-22 വർഷത്തോളം അവളൊരു അനാഥാലയത്തിൽ കഴിഞ്ഞില്ലേ, ആരും ഇല്ലാണ്ട്. ഇനിയെങ്കിലും അവൾക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ അപ്പച്ചാ? എത്രയായാലും എൻ്റെ സ്വന്തം ചോരയല്ലേ അവൾ, എനിക്ക് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ? പിന്നെ മറ്റുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കലല്ല ഈ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മറുപടി എന്നിങ്ങനെ ഔതക്കുട്ടിച്ചായൻ്റെ അടുത്ത് പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എവിടെ അവൾ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയുടെ അടുത്ത് അവളെ വിളിക്കാൻ പറയണം. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, അതെ അവളെ ഇങ്ങോട്ട് വിളിക്കണ്ട, മദ്യപിക്കണതൊന്നും നമുക്ക് അത്ര ഇഷ്ടമില്ല, നമുക്ക് അങ്ങോട്ട് പോയി കാണാം, അവൾ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചനെയും കൂട്ടിക്കൊണ്ട് സ്റ്റാൻലി നേരെ വെളിയിലോട്ട് ഇറങ്ങിയാണ്. അപ്പം നമ്മുടെ ആൻ്റപ്പൻ വന്നിട്ട് പറഞ്ഞു, അവിടെ പ്രാവുമൊക്കെ തീറ്റ കൊടുക്കുകയാണ് സാബേന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടിച്ചായനെയും കൂട്ടി നമ്മുടെ സ്റ്റാൻലി അങ്ങോട്ടേക്ക് ഗാർഡനിലോട്ട് പോവാണ് കേട്ടോ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന അലീനയാണ് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ കാണുന്നത്. അങ്ങനെ അലീനയെന്ന് സ്റ്റാൻലി വിളിക്കുന്ന സമയത്ത് അലീന തിരിയാണ്. അപ്പോഴേക്കും നമ്മുടെ ഔതക്കുട്ടിച്ചായൻ ആ കണ്ണടയൊക്കെ എടുത്തൊന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് നേരെ വെച്ചിട്ട് അലീനെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണ്. എങ്ങനെ എവിടെ നോക്കട്ടെ എന്നുള്ള രീതിയിൽ.
അപ്പോഴാണ് അലീന തിരിഞ്ഞ് നടന്നു വരേണ്. ഒരു നിമിഷം നമ്മുടെ ഔതകുട്ടിച്ചായൻ അന്താളിച്ച് നിൽക്കണ്. കാര്യം തൻ്റെ ചിന്നമ്മ നടന്നു വരുന്ന എങ്ങനെ ചട്ടയും മുണ്ടും ഇട്ട് പറഞ്ഞ പഴയ ചിന്നമ്മ. ഔതകുട്ടിച്ചായൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഞാനിതെന്താ ഈ കാണുന്നത്, എൻ്റെ ചിന്നമ്മ നടന്നു വരികയാണോ? 10-22 വർഷമായി അവൾ എന്നെ വിട്ട് പോയിട്ട്, അവൾ ദേ വരുന്നു. ആ ഒരു രീതിയിൽ ഔതകുട്ടിച്ചായ ഒന്നും കൂടെ കണ്ണടയൊക്കെ വെച്ച് സൂക്ഷ്മമായിട്ട് നമ്മുടെ അലീനയെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് അലീന നടന്നു വരികയാണ്. അപ്പം സ്റ്റാൻലിക്ക് മനസ്സിലായി. കാരണം സ്റ്റാൻലി ആദ്യമായിട്ട് അലീനയെ കണ്ടപ്പോൾ ഇതേ ഞെട്ടിയതാണ്. അപ്പോൾ എന്തായാലും അപ്പച്ചൻ ഞെട്ടും എന്നുള്ള കാര്യം സ്റ്റാൻലിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സ്റ്റാൻലി നോക്കിയപ്പോൾ ഔതകുട്ടിച്ചായൻ വാ പൊളിച്ച് നിൽക്കുകയാണ്. ഔതകുട്ടിച്ചായന് ഒന്നും പറയാനില്ല. എന്താ ഈ കാണുന്നത്, കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഔതകുട്ടിച്ചായന്. അപ്പം ആ ഒരു രംഗത്തോടു കൂടെയാണ് നാളത്തെ മഴ തോരും മുമ്പേ സീരിയൽ വൈൻഡപ്പ് ആവണത്. അപ്പം നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അപ്പം പുലി പോലെ വന്ന ആൾ എലി പോലെ ആയ അവസ്ഥയാണ് നമ്മുടെ ഔതകുട്ടിച്ചായൻ്റെ അവസ്ഥ. അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ അലീനയുടെ ഇനിയുള്ള ജീവിതം, ഇനി ആരെയൊക്കെ നേരിടേണ്ടി വരുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ ഇന്ന് എല്ലാ തിങ്കളാഴ്ചയും ഇനി പവിത്രം സീസൺ 2 ഫുൾ എപ്പിസോഡ് പ്രൊമോ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സുമി മുഫ സീൻ ഷോട്ടിലോട്ട് പോയി കാണുക. നമ്മുടെ മനസ്സിലും ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ 6 മണിക്ക് നമ്മുടെ സാന്ത്വനം 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ലൈക്കും ഹൈപ്പും മറന്നു പോകണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റും ശുഭരാത്രിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.